നമസ്കാരം. 2 പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാന അപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. വിമാന ദുരന്തത്തിൽ 294 പേർ മരിച്ചു. വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ 15 കിലോമീറ്ററിലകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. മേഘാലയ നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. മരിച്ചവരിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉൾപ്പെടുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളിയായ രഞ്ജിതയും അടക്കം വിമാനയാത്രക്കാരായ 241 പേരാണ് മരണപ്പെട്ടത്. രാജ്യത്തെ നടുക്കിയ വ്യോമ ദുരന്തത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിവേഗം പ്രചരിച്ചിരുന്നു. 3 ദിവസത്തിനകം ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, ഒരാൾ രക്ഷപ്പെടും എന്ന് 4 ദിവസം മുൻപ് ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തതായാണ് പ്രചരണം. ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായതോടെ പലരും ആലി കൊണ്ടോട്ടിയുടെ പ്രൊഫൈൽ സന്ദർശിക്കുകയും ആ പോസ്റ്റ് അവിടെ നിലവിലുണ്ടെന്ന് കണ്ട് ഞെട്ടുകയും ചെയ്തു. ആലിയാണ് വിമാന ദുരന്തത്തിന് കാരണക്കാരൻ എന്നും ചിലർ ആരോപിക്കാൻ തുടങ്ങി. മറ്റു ചിലർ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചിലർ ഇത് കേവലം ഒരു പ്രവചനം എന്ന തരത്തിൽ പങ്കുവെക്കുമ്പോൾ മറ്റു ചില പേജുകളിൽ നിന്ന് ഇത് വെറും ഒരു പ്രവചനമല്ലെന്നും കൃത്യമായി പ്രവചിച്ച പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തണമെന്നും കുറിച്ചതായി കാണാം. എന്നാൽ പ്രചരിക്കുന്ന ഈ വിവരങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് പുറത്തു വന്നു. 4 ദിവസം മുൻപ് ഫേസ്ബുക്കിലിട്ട ഒരു സാധാരണ പോസ്റ്റ് അപകടം നടന്ന വ്യാഴാഴ്ച വൈകുന്നേരം തിരുത്തി വ്യാജ പ്രചരണമാക്കി മാറ്റിയതായിരുന്നു. ജൂൺ 9 ഉച്ചയ്ക്ക് 1:38 ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പോസിറ്റീവ് വന്നാൽ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്കായില്ലേലും 1000 കോടി തൂക്കും, ആലിയാട പറയുന്നത്, വെക്കട ഇതിന് മേലെ ഒരെണ്ണം. എന്നാൽ വിമാന അപകടം നടന്ന വ്യാഴാഴ്ച, അതായത് ജൂൺ 12 വൈകുന്നേരം 6:40 ഈ പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യ തിരുത്തിൽ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം ഉണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി മാറ്റി. കുറച്ചു സമയം കഴിഞ്ഞ് വൈകുന്നേരം 7:39 പോസ്റ്റ് വീണ്ടും തിരുത്തി. ഇത്തവണ ഒരു വിമാന അപകടത്തിന്റെ ചിത്രം കൂടി ചേർത്ത് #prediction 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം ഉണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ, അതായത് രാത്രി 7:40 ഇത് വീണ്ടും തിരുത്തിയിട്ടുണ്ട്. #prediction 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം ഉണ്ടാകും, വിമാനത്തിലെ 99.5% ആൾക്കാർ മരിക്കും എന്നായിരുന്നു ഇത്തവണത്തെ തിരുത്ത്. അവസാനമായി രാത്രി 8:07 പോസ്റ്റിൽ വീണ്ടും മാറ്റം വരുത്തി. #prediction 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, ഒരാൾ രക്ഷപ്പെടും എന്നാക്കി മാറ്റുകയായിരുന്നു. പിന്നാലെ അഹമ്മദാബാദിലെ വിമാനാപകടം ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് 3 ദിവസങ്ങൾക്ക് മുൻപ് പ്രവചിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമായി. ഇത് നേരത്തെ പങ്കുവച്ച മറ്റൊരുള്ളടക്കം എഡിറ്റ് ചെയ്ത് വിമാനാപകടവും ഉണ്ടായ ദിവസം വൈകിട്ട് ചേർത്തതാണെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയായിരുന്നു.